ഞങ്ങളെ സ്റ്റേറ്റ് വിട്ടു പോവുകയാണ്. സ്റ്റേറ്റ് വിട്ടു പോകുക പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ ദിനേശേട്ടൻ്റെ പെങ്ങളെ വീടാണ്. അപ്പം ഞങ്ങൾ 2 ദിവസം അവിടെ പോയി നിൽക്കാൻ പോകണം പെങ്ങളെ വീട്ടിൽ. അപ്പോൾ 2.5 കൊല്ലമായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അത് വെക്കേഷൻ ആയപ്പോൾ പോവുകയാണ് അങ്ങോട്ടേക്ക്. ബാക്കി കാഴ്ചകൾ പോണ വഴിക്ക് കാണാം. ഓട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഞങ്ങൾ ഓട്ടോയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകണമെന്നല്ലേ? അല്ല കേട്ടോ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഓട്ടോയിൽ വന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ വേണ്ടി നിൽക്കണം, അല്ലാണ്ട് ബസ് വരാൻ വേണ്ടി നിൽക്കൂലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ലിനീഷേട്ടൻ എന്തിനോ അവിടെ പോയി നോക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ പോയതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല, എന്തോ അന്വേഷിക്കാനിരിക്കും. നമുക്കിപ്പോൾ ട്രെയിൻ വന്നാൽ അതിൽ കയറിയാൽ മതിയല്ലോ. പാവൻ തെരഞ്ഞ് നടക്കാൻ ഇഷ്ടമാണ്, പിന്നെ തെരഞ്ഞ് നടന്നോട്ടെ. കണ്ടോ നടന്നു പോകുന്നത് കണ്ടോ? ഞങ്ങളെ കണ്ടപ്പോൾ ഏതോ പരിചയക്കാരെ കണ്ട പോലെ ഒന്ന് ചിരിച്ചു പോയി. പാവൻ ചായക്ക് ഇനിയോ തെരഞ്ഞു പോയത്. ചായ അപ്പുറം ഉണ്ടേനല്ലോ. എന്തായാലും വേണ്ടിയില്ല, ഒരു ചായ കിട്ടി. അപ്പോൾ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്ക് 2 ചായ വേണ്ട പറഞ്ഞ്, എന്നാലും ഞങ്ങൾ കുടിക്കുന്നത് കാണുമ്പോൾ ഓർക്ക് വേണമെന്ന് അപ്പം തോന്നി. അത് ആദ്യം പറഞ്ഞാൽ പോരാ. അപ്പോൾ പിന്നെ ടേസ്റ്റ് വെക്കാനൊന്ന് കൊടുത്ത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ വന്ന് അടുത്തെത്തിക്കൊണ്ടിരിക്കുമ്പോൾ വയറിൻ്റെ അകത്ത് ഒരു വളവളാണല്ലേ, ഒരു കാളിച്ചയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടോ? അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. ഇതാണ് ഞങ്ങളെ സീറ്റ്. ആദ്യം ബുക്ക് ചെയ്ത് വെച്ചതിനെ കൊണ്ട് പോയിരിക്കാനൊക്കെ സുഖമായി. പിന്നെ ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും കോഴിക്കോട് നിന്ന് കയറി, ഞങ്ങൾ ഫറോക്കിൽ നിന്ന് കയറി. ഫറോക്ക് സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. പിന്നെ തമിഴ്നാട് എവിടെയാണെന്ന് വെച്ചാൽ ഈറോഡാണ് സ്ഥലം. ഞങ്ങൾക്ക് ഈറോഡേക്കാണ് പോകേണ്ടത്. ഏത് റോഡ്? ഈറോഡ്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ ഉറപ്പിച്ച് ഒന്ന് സ്വസ്ഥമായതിനു ശേഷം ഞങ്ങളെ കലാപരിപാടികൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഫ്രൂട്ട്സ് നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 6-7 മണിക്കൂറുണ്ട്. അപ്പോൾ അത്രയും നേരം സമയം പോകണ്ടേ, എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുന്തിരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. മുന്തിരിയൊക്കെ കഴിച്ച് പിന്നെ കുറേ ഫോൺ കളിച്ചിരുന്ന് അങ്ങനെ സമയം ഇതാ ഉച്ചയായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ചോറൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന്, ഞാൻ കറി കൊണ്ടുവന്ന് ചിക്കൻ കറിയാണ് എടുത്തത്. ചിക്കൻ കറി എന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല, ചിക്കൻ വറ്റിച്ചത്. കുറച്ച് ഗ്രേവി കുറവുണ്ട്, എന്നാലും ചിക്കനൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ലിനീഷേട്ടനും മോളും മുകളിലെത്തി. ഉറങ്ങാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത്. ചെറിയ മോള് അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇവർ 2 മുകളിലെത്തിയിട്ട് ടാറ്റയും ബൈബൈയൊക്കെ തന്ന് എങ്ങോട്ടാണ് ഇരിക്കും. അങ്ങനെ അച്ഛനും സൈഡായി. അച്ഛനൊന്ന് നീണ്ടു നിവർന്ന് കിടന്ന് ഫോണ് കളിച്ചിരിക്കുക. ഒരാൾ അവിടെ സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫോണ് കളിച്ചിരിക്കാനില്ലായിട്ടൊന്നുമല്ല, കുറച്ചു നേരം ഫോണിന് റെസ്റ്റ് കൊടുത്ത. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? മുകളിൽ കയറിയിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ താഴോട്ട് ഇറങ്ങാൻ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ചിറങ്ങി താഴെ എത്തി. ഇനി മുകളിലേക്ക് കയറൂല എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ യാത്രയാണിത്. പിന്നെ 2 കൊല്ലമായി പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിൽ കൂടിയാണ്. അങ്ങനെ ഇരുന്നതാ എല്ലാവരും ഉറങ്ങി. എത്ര നേരം ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാണ്. അപ്പോൾ എല്ലാവരും ഉച്ചമയക്കത്തിലിരിക്കുമ്പോൾ ലിനീഷേട്ടൻ ഇപ്പോഴും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോണ് കളിച്ചിരിക്കുന്നതാണ്. ഓളിപ്പോഴും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ കയറി ഇരിക്കൂല എന്ന് പറഞ്ഞ ആളത് ഇപ്പം മിഡിലാണ് കയറിയിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കയറിയിരിക്കാനാണ് പേടിയുന്നത്. അപ്പോൾ ഓള് സീറ്റ് പൊന്തിച്ചേരെ താഴെയുള്ളവർക്ക് നിവർന്ന് ഇരിക്കാൻ പറ്റാതായി. അങ്ങനെ രാവിലെ കയറി ഇരുന്നത് ഇപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയ ആൾ ഇപ്പോഴും മുകളിൽ തന്നെ അതിൻ്റെ മുകളിലിരുന്ന് ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി താഴെ ഇറങ്ങാൻ പേടിച്ചിട്ട് മുകളിൽ തന്നെ ഇരിക്കുകയാണോന്നും അറിയില്ല. അങ്ങനെ കഴിക്കാൻ പലഹാരങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയായില്ല. പിന്നെ എന്ത് ചെയ്ത് ട്രെയിനിൽ കൊണ്ടുവന്ന വട വാങ്ങി. എനിക്ക് ആ ചട്നി കഴിക്കാൻ വല്ലാണ്ട് അങ്ങോട്ട് തോന്നിയില്ല, എന്തോ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഞാൻ വട കഴിച്ച്. ട്രെയിനിൽ കയറിയാൽ പിന്നെ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ കൊണ്ടുവന്നുകൊണ്ടുണ്ടാകും. ഒന്നുകിൽ വട, നുറുക്ക്, പിന്നെന്താ മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാകും. ഇത് കാണുമ്പോൾ ഇങ്ങനെ വേണോ എന്നിങ്ങനെ തോന്നും ചെയ്യും. പക്ഷേ രാത്രിയാവണം ഞങ്ങൾ അധികം പോവാറ്. ഈ റോഡ് പോകുമ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് കിടന്നുറങ്ങിയാൽ പിന്നെ രാവിലെ പൊലച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ പിന്നെ ഈ സാധനങ്ങൾ വേണമെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ അവിടെ എത്തും. അങ്ങനെ ഇരുന്ന് സമയം പോയി. കുറച്ച് ലുഡോ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ വൈകുന്നേരമായി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണിത്. അങ്ങനെ ഇറങ്ങി. പെങ്ങളെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പെങ്ങളെ ഹസ്ബൻഡാണ് മുമ്പിലുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളിനി പുറത്തിറങ്ങാനുള്ള വഴിയാണ് നോക്കുന്നത്. ഇനി ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഒരു വീട്ടിലേക്ക് പോകാനുണ്ട്. ഇതാണ് ഫ്രണ്ട് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കോൾ ടാക്സി ഉണ്ടാകും. ടാക്സിയിലാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ആ ടാക്സിയിൽ കയറൂല. അപ്പോൾ മക്കളെ രണ്ടാളും പെങ്ങളെ ഭർത്താവ് സ്കൂട്ടറിൽ കൊണ്ടുപോയി. ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും ലിനീഷേട്ടനും കാറിൽ കയറി. നല്ല സ്ഥലമാണ് കേട്ടോ ഈ റോഡ് പ്രത്യേകിച്ച് കാണാൻ വലിയ നല്ല സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസൊക്കെ പോലെ അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല. കുറേ മാർക്കറ്റ് അങ്ങനത്തെ കുറേ ഏരിയകളൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഞങ്ങളത് വെറുതെ പറ്റിക്കുകയാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കൂട്ടിക്കൊണ്ടാകാൻ പഠിച്ചിട്ടേ വെറുതെ പറയണമെന്നുള്ളത് അറിയില്ല. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഇടയ്ക്ക് നാത്തൂനിട്ടൊന്ന് കൊടുക്കണ്ടേ. ആ നാത്തൂനെ പറഞ്ഞപ്പോഴേക്കും നാത്തൂനതാ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വീട്. നല്ല സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ ചുറ്റുപാടും എല്ലാം കാണാൻ നല്ല രസമാണ്. പിന്നെ മലയാളികളൊക്കെ ഇവിടെ കുറവാണ്. ഇവരെ വീടിൻ്റെ അടുത്തൊക്കെ 1-2 മലയാളിയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെങ്ങളെ മക്കൾ, ഒരു മോളും ഒരു മോനാണുള്ളത്. ഇപ്പം എല്ലാവരും നല്ല സൈലൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവരെ കൂതറ സ്വഭാവങ്ങളൊക്കെ പുറത്ത് വരും. അങ്ങനെ വീട്ടിലെത്തിയാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പലഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങുമല്ലോ. ആ പലഹാരമൊക്കെ കൊടുത്ത് ഇതാണ് ഒരു ഫാമിലി ഫോട്ടോ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ മോള് നാരങ്ങ വെള്ളം തന്ന് പിന്നെ വരുമ്പോൾ വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. എന്നാലും നാരങ്ങ വെള്ളം കുടിച്ച്. പിന്നെ നാത്തൂനാണെങ്കിലോ ഞങ്ങൾക്ക് ചായക്ക് ചിക്കനും ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ട്രെയിനും ചിക്കൻ തന്നെ ആയതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് പോയില്ല ഈ ചിക്കൻ കറി. അങ്ങനെ നാളെ തകർക്കാമെന്ന് വിചാരിച്ച്. ഈ ബ്രെഡും ചിക്കൻ കറിയിലൊന്നും ഞങ്ങൾ ഒതുങ്ങൂല. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. നമ്മളെ നാട്ടിൽ അതേ കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. പിന്നെ ഇത് വന്ന ദിവസമുള്ള വിശേഷങ്ങളാണ്. ഇനി 2 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും വിശേഷങ്ങളുണ്ട്. അപ്പോൾ വന്ന പാടെ ഫ്രഷ് ആയിട്ട് ചായ കുടിച്ചാൽ പോരെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതിനൊരു സമ്മതിച്ചില്ല. ഒരു പറഞ്ഞ് ചായ കുടിച്ചിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ തിന്ന പാടെ കുളിക്കാൻ പറ്റൂല എന്ന് പണ്ട് ആരോ പറഞ്ഞതിനെ കൊണ്ട് ലിനീഷേട്ടൻ ഇവിടെ ഊഞ്ഞാലിൽ ഇരുന്നാടി. അങ്ങനെ ഇതാ എല്ലാവരും ഫ്രഷ് ആയി ഇരിക്കുകയാണ്. മക്കളൊക്കെ ഇതാ മക്കളെ കളികളിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ 2 റൂമാണ് ഉള്ളത്. ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല റേറ്റാണ്. പിന്നെ അവിടെ അടുത്തുള്ള വീടൊക്കെ ഒരു വില്ല പോലെയാണ്. എല്ലാ വീടും ഏകദേശം ഒരേ മോഡലാണ്. അടുത്തുള്ള വീടായിട്ട് തൊട്ടില്ല എന്നുള്ള പോലെയാണ് നിൽക്കുക. പക്ഷേ അവിടെ നടക്കണതൊന്നും ഇവിടെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 റൂമുള്ളതിൽ ഇതാണ് ഒരു റൂം. ഈ റൂമിലാണ് AC ഉള്ളത്. അപ്പോൾ ചൂട് കാരണം അന്ന് എല്ലാവരും ഈ റൂമിലാണ് കിടന്നത്. ഞങ്ങൾക്ക് പിന്നെ AC പണ്ടേ ഇട്ട് ശീലമായതുകൊണ്ട് AC ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഥ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞാലാണ് ഉറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. എന്നാൽ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഈ റോഡിലെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. തമിഴ്നാടൊക്കെ കാണണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഇനിയും കാണാം. ഓക്കെ, ബൈ.